നമസ്തേ നമസ്തേ. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ബജറംഗ് ബാൻ. ബജറംഗ് ബാൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ബജറംഗ് ബാന്റെ പവറിനെ പറ്റി, ആ ഒരു ശ്ലോകം, അതിന്റെ ഒരു പവറിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ദയവ് ചെയ്തൊന്ന് കമന്റ് ചെയ്യണ്ടേ. അപ്പൊ ഞാൻ അത് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു തരാം. അത് ബജറംഗ് ബാൻ എന്നത് ശ്രീരാമ ദേവന്റെ പ്രിയപ്പെട്ടവനായ, ഏറ്റവും പ്രിയപ്പെട്ടവനായ ശ്രീ ഹനുമാനെ ആരാധിക്കുന്ന അത്യന്തം ശക്തിയുള്ള ഒരു ശ്ലോകമാണ്. അത് ഭയം, നെഗറ്റീവ് ചിന്തകൾ, തടസ്സങ്ങൾ എന്നിവയെല്ലാം മാറ്റി ധൈര്യം, ആത്മവിശ്വാസം, മനസ്സിന്റെ ശക്തി എന്നിവ നൽകുന്നു. വിശ്വാസത്തോടെയും ശുദ്ധമായ മനസ്സോടുകൂടിയും പാടുകയോ അല്ലെങ്കിൽ ആ ശ്ലോകം കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ സമാധാനവും സംരക്ഷണവും അനുഭവപ്പെടും. അത് ശ്രീ ഹനുമാൻ സ്വാമി നമുക്ക് തരും. അപ്പോ ഈ ബജറംഗ് ബാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹനുമാന്റെ കൃപയിലൂടെയും ശക്തിയിലൂടെയും നമുക്ക് വേണ്ട സംരക്ഷണങ്ങളും നമുക്ക് വേണ്ട നല്ല കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് വളരെ ഭക്തിപൂർവ്വം വേണം ഇത് ചൊല്ലുവാൻ അല്ലെങ്കിൽ കേൾക്കുവാൻ. നമ്മൾ ഹനുമാൻ ചാലിസയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹനുമാൻ ചാലിസ എന്ന് വെച്ചാൽ വളരെ പവർഫുൾ ആണ്. ഇത് ഒരുപാട് 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 പവർഫുൾ ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് ബജറംഗ് ബാൻ. അപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് മലയാളികളെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇത് എന്നോട് നോർത്ത് ഇന്ത്യയിലെ ഒരു സ്വാമിയാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ എനിക്ക് മോളുണ്ടാകുന്ന ആ ഒരു സമയങ്ങളിലെല്ലാം ഞാൻ ശരിക്കും ഹനുമാൻ ചാലിസ ഒരുപാട് തവണ ഡെയിലി കേൾക്കും. കുഞ്ഞിനെ കേൾപ്പിക്കുകയും ഗർഭിണിയായിരുന്ന സമയത്ത്, വൈഫ് ഗർഭിണിയായിരുന്ന സമയത്ത് ഇതൊക്കെ കേൾപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വളരെ വളരെ നല്ല നല്ല കാര്യങ്ങളാണ് ആ സമയത്തെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 3 മാസം ഇത് ജസ്റ്റ് ഇതൊന്ന് വിട്ടു, ഓരോ തിരക്കിൻ്റെ ഇടയിൽ അങ്ങ് വിട്ടുപോയപ്പോൾ എനിക്ക് ഓരോരോ അടികൾ കിട്ടി. അപ്പം എനിക്കത് മനസ്സിലായില്ല. അത് ഇദ്ദേഹത്തെ കണ്ടപ്പോഴാണ് എനിക്കത് പറഞ്ഞത്. ഞാൻ ലാസ്റ്റ് ഒരു 3-3.5 മാസമായിട്ട് ഞാൻ നല്ല രീതിയിൽ പല കാര്യങ്ങളും സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം ഈ ഹനുമാൻ ചാലിസ അല്ല, ബജറംഗ് ബാൻ, അത് നിത്യേന കേൾക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനപ്പോൾ അത് 1-2 ദിവസമായിട്ട് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു നല്ല കാര്യം നമ്മൾ ചെയ്താലും നമ്മുടെ ജനങ്ങളോട്, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരോട് നമ്മൾ പറയുക, നമ്മൾ ഷെയർ ചെയ്യുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ദയവ് ചെയ്ത് എന്നോടൊപ്പം തന്നെ നിങ്ങളും ഇത് തുടങ്ങുക. അപ്പോൾ വളരെ ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി, ശുദ്ധമായും ശക്തമായുള്ള മനസ്സോടുകൂടി നിങ്ങളിത് ജപിക്കുക. ഇത് നിങ്ങൾക്ക് ആ വരം ഭഗവാൻ ശ്രീരാമനും ശ്രീ ഹനുമാനും ഇത് നമുക്ക് തരും എന്ന് ഉറച്ചു വിശ്വസിക്കുക. അല്ലെങ്കിൽ പാതി വിശ്വസിച്ച്, അല്ലെങ്കിൽ പകുതി, അല്ലെങ്കിൽ അത് ശരിയല്ല, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതാണ് ഞാൻ പറയുന്നത്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരും ചെയ്യരുത്. ഭഗവാൻ നമുക്ക് തരും, നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ ഭഗവാൻ തരും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മളിത് നിത്യേന കേൾക്കുകയോ. ഇച്ചിരി പ്രയാസമാണ്. ഹനുമാൻ ചാലിസ ഇതിനേക്കാളും കുറച്ച് ഈസിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് കുറച്ച് സ്പീഡുണ്ട്. അപ്പോൾ തുളസീദാസിന്റെ ആണെന്ന് തോന്നുന്നു. ഞാനത് അദ്ദേഹം പറഞ്ഞ് പെട്ടെന്ന് വിട്ടുപോയി, ഓരോ ടെൻഷനിൽ വിട്ടുപോയി. അപ്പോൾ ഞാനത് റെഫറും ചെയ്തില്ല, ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് ശീലമാക്കുക. നിങ്ങൾ ഇതിന്റെ അർത്ഥങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഒന്നിച്ച് തുടങ്ങാം. നമുക്കൊരു നല്ല നാളെയും നല്ലൊരു നാടും നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഈ എന്താ പറയുക, നമുക്ക് നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തുക. നമുക്കിതൊക്കെ നമ്മുടെ പുതുതലമുറയിലേക്ക് നമുക്ക് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും ആരെയും ഹനിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഹനുമാൻ ചാലീസ അല്ലെങ്കിൽ ബജറംഗ് ബാൻ ഇത് സ്വായത്തമാക്കുക. ഇതിനെക്കുറിച്ച് പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ നിത്യേന രാവിലെ കുളിച്ചതിന് ശേഷം നമ്മളിത് എന്താ പറയുക, നമ്മളിത് ഉരുവിടുക, അല്ലെങ്കിൽ ഇത് കേൾക്കുക. ഈ ഹനുമാൻ ചാലീസ വളരെ എനിക്ക് വലിയൊരു എന്താ പറയുക, പഠിക്കാൻ പറ്റില്ല എന്നെനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. പക്ഷേ എനിക്കൊരു 10 ദിവസം കേട്ടപ്പോൾ ഓട്ടോമാറ്റിക് എൻ്റെ വായിൽ അത് വന്നു. അതുപോലെ ഓരോ ഓരോ സജ്ജനങ്ങൾ നമ്മുടെ വിഷ്ണു സഹസ്രനാമമൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോൾ എനിക്ക് വളരെ ഹെഡേക്ക് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് വളരെ ഇതെങ്ങനെ പഠിക്കും എന്നുള്ളൊരു സംഭവം തോന്നി. പക്ഷെ ഞാൻ ഇടയ്ക്ക് അത് കേൾക്കുന്നുണ്ട്. എനിക്ക് പല വരികളും എനിക്ക് സ്വായത്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് 1 മാസം കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ പഠിക്കും. നമ്മളെങ്ങനെ ഈ മലയാളം സോങ്ങൊക്കെ, സിനിമാ സോങ്ങുകളൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിന് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ അതൊന്നും ചെയ്തില്ലെങ്കിലും ഇത് നിങ്ങൾ നിത്യേന കേൾക്കുക.